കൊണ്ട് പോകാൻ പറ്റിയല്ല, ഒറ്റ വഴിക്ക് പോകാനാണ്. ഇത്ര വലിയ ശരീരം പറഞ്ഞിട്ട് കാര്യമില്ല. മിസ്റ്റർ റോബിൻ, നിങ്ങൾ വെള്ളരിമല ട്രിപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വെള്ളരിമല എന്ന് പറഞ്ഞാൽ എത്ര സ്വച്ഛ സുന്ദരമായ ശാന്തസുന്ദരമായ സ്ഥലമാണ്. അങ്ങോട്ട് നോക്കൂ, തീർച്ചയായും കുന്നിന്റെ ഇടകളും അങ്ങോട്ട് നോക്കൂ, അതാ കാട്ടുപോത്തുകൾ മേഞ്ഞു നടക്കുന്നു. അതെയല്ലേ? തീർച്ചയായും ഈ കാട്ടുപോത്തുകളൊക്കെ ഇവിടെ തന്നെ വാസസ്ഥലമാക്കി എടുക്കാനുള്ള കാരണം എന്താണ് നിങ്ങളുടെ ഉദ്ദേശത്തില്? എന്റെ അനുഭവത്തിൽ എനിക്കും ഇവിടെ താമസിക്കണമെന്നാണ് തോന്നുന്നത്. പിന്നെ നാട്ടിൽ വീടും കുടുംബവും ഉള്ളത് കൊണ്ട് ഇവിടെ താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണോ താങ്കൾ നാട്ടിൽ താമസിക്കുന്നത്? അതെ അതെ. ഓക്കെ, ഇനി നമുക്ക് ഡെന്നീസിലേക്ക് പോകാം. ഡെന്നീസിന് നമ്മുടെ ഈ നാട് ഉപേക്ഷിച്ചുള്ള കാട്ടിലേക്കുള്ള യാത്രയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നാട് ഉപേക്ഷിച്ച് വരേണ്ടതില്ലല്ലോ, നാടും കാടും ഒരുമിച്ച് ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ, നമുക്ക് എപ്പോഴും കാട്ടിലേക്ക് വരാമല്ലോ. അങ്ങനെയാണ് എന്നിരുന്നാലും നമ്മൾ കാട്ടിലേക്കുള്ള യാത്ര എങ്ങനെയാണ്? എന്നാലും അതിന്റെ നമ്മൾ പ്രകൃതിയുടെ ഭംഗിയെ ആസ്വദിക്കാൻ മനസ്സുള്ളവരായിരിക്കണം. നമ്മൾ പ്രകൃതിയെ ഭംഗി ആസ്വദിക്കും. ഇത് കണ്ടില്ലേ, വന്യജീവിയുടെ വന്യ സംസ്കാരത്തിന്റെ എല്ലാം ഭയങ്കര ഒരു ആകർഷണീയത. തീർച്ചയായും ഇവിടെ ആദിവാസികൾ എങ്ങനെ ജീവിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം? ഒറ്റ ആദിവാസികളെ കണ്ടില്ല, രണ്ട് ആദിവാസികളെ. താങ്ക് യു ഡെന്നീസ്. മിസ്റ്റർ പറയൂ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്ഥലങ്ങളിൽ വന്ന് ജീവിക്കണം. എന്തുകൊണ്ട് നാട്ടിൽ ജീവിച്ചുകൂടാ? ജീവിക്കാനല്ല, അതിന്റെ ഇവിടുത്തെ കാലാവസ്ഥ, AC പോലും വേണ്ട, കറണ്ട് വേണ്ട. പക്ഷെ ഭക്ഷണം കഴിക്കാനും ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വരെ ഒരു ഭക്ഷണം ഇവിടെ കിട്ടുന്ന മരത്തിന്റെ കായ്കളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഭക്ഷിച്ച് ജീവിക്കണം. തികച്ചും. അപ്പോൾ ഒരു ആദിവാസി പോലെ ജീവിക്കണമെന്നാണ്. ഇത് നമുക്ക് ഡെന്നീസിന്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ കൂടെ അങ്ങോട്ട് കൂട്ടി എവിടെ ഓഫാക്കിയ നിനക്ക് പറയാനുള്ള ഞാൻ പറയാം. നല്ല മല ഗ്യാപ്പ് കട്ടില്ല കുറവ് എന്നും കുറത്തിയും ഇതിലെ പോവാ. ഇതിലെ കാട്ടിനാഴ്ച തന്നെ വളഞ്ഞിട്ട് വരും. നമ്മൾ പോകുന്ന അന്ന് ഇല്ലല്ലോ.